എൻ്റെ പൊന്നു ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കാണാനിടയായവരാണോ എങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ട് വിലയിരുത്താൻ ശ്രമിക്കുക. വയനാട് എന്ന സുന്ദരമായ നാട്ടിൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നേരിടേണ്ടി വന്ന ഭയാനകരമായ ഒരു ദുരന്താവസ്ഥയെ പറ്റിയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്ത വീഡിയോ കണ്ട് വിരളി പൂണ്ട ഒരു പറ്റം മതവാദികൾ എന്നെ വളയുകയും എന്നെയും എൻ്റെ ഭാര്യയ്ക്കെതിരെ കൊലവിളിയും ആഹ്വാനങ്ങളും നടത്തുകയും ഉണ്ടായി. അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച്. അന്നേരം അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പോലീസിന്റെ നിഷ്ക്രിയമായ പ്രവൃത്തിയും നിലപാടും വളരെയധികം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു ഭയാനകരമായ സത്യമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അതിനു മുമ്പായി നിങ്ങളോടൊന്ന് പറയട്ടെ. തുടക്കത്തിൽ പറഞ്ഞു വെച്ച പോലുള്ള മതവാദികൾ നിങ്ങൾക്കെതിരെ ആക്രമാസക്തമായി തിരിയുകയും നിങ്ങൾക്കെതിരെ കൊലവിളി ആഹ്വാനം നടത്തുകയും ചെയ്താൽ അവരിൽ നിന്ന് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളെ അവർ നാല് ഭാഗത്തു നിന്ന് ആക്രമിക്കാനുള്ള കൊപ്പുകുട്ടലുകൾ നടത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ പോലീസിനോട് യാചിച്ചാൽ അവർക്ക് അത് ചെയ്തു തരാൻ ഒരിക്കലും കഴിയില്ല. അവർക്കെതിരെ ഒരു കേസെടുപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവന്റെ രക്ഷയാണ് വലുതെങ്കിൽ നിങ്ങൾ അത് കോടതിയിൽ പോയി വാദിച്ച് നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. മറ്റൊന്നുകൂടി പറയട്ടെ, നിങ്ങളൊരു സാമ്പത്തിക തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയാണെന്നിരിക്കെ അതേ തട്ടിപ്പ് കാണിച്ച അതേ വ്യക്തി തന്നെ നമ്മളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനെതിരെ ഒരു കൗണ്ടർ കേസ് എടുക്കാനോ എന്തിന് അവനവന്റെ ഭാഗം ഒന്ന് കേൾക്കാനോ പോലും പോലീസുകാർ തയ്യാറാവില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ നഷ്ടപ്പെട്ട സമ്പാദ്യം നേടിത്തരാൻ അവരെ കൊണ്ട് കഴിയില്ല. പക്ഷേ ഒന്ന് കഴിയും, നിങ്ങൾക്ക് ഇവർക്കെതിരെയെല്ലാം കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. നിങ്ങളെപ്പോലുള്ള ആം ജനതകൾക്ക്, നമ്മളെപ്പോലുള്ള ജനതകൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ടിപ്പ് കൃത്യമായി പറഞ്ഞു തരാം. ഇതേ തീവ്ര മതവാദികളാൽ നിങ്ങൾ ആക്രമിക്കപ്പെടുകയോ അവരാൽ തല്ലിക്കൊല്ലപ്പെടുകയോ ചെയ്താൽ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാവുക. ഇതാണ് ബത്തേരി പോലീസ് എന്നോട് കാണിച്ച നിഷ്ക്രിയപരമായ നിലപാട്. ഇതുപോലുള്ള നിലപാടുകളിൽ മനംനൊന്നാണ് ഓരോ സാധാരണക്കാരനും ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നതും അതിലേക്ക് എടുത്ത് ചാടുന്നതും. മറ്റു ചിലർ ഇതിൽ മനംനൊന്ത് മനം മടുത്ത് ക്രിമിനലാകാൻ സാധ്യതയുണ്ട്. ഒത്തുതീർപ്പിന്റെ ഭാഷ്യത്തിൽ വിളിച്ചു വരുത്തിയ എന്നെ ഈ ഫ്രോഡുകളുമായി ചേർന്ന് പോലീസുകാർ എന്നെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. അതോടൊപ്പം തന്നെ ഈ തീവ്ര മതവാദികൾക്കിടയിലോട്ട് എന്നെ എന്റെ ഭാര്യയും എറിഞ്ഞു കൊടുക്കാനുള്ള വെമ്പൽ കൊള്ളുന്നു ഇതേ പോലീസുകാർ തന്നെ. ഈ നിഷ്ക്രിയ നടപടിയിൽ മനംനൊന്ത് ആ നാട്ടിൽ നിന്ന് എനിക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ്, എറണാകുളത്താണ്. ഇവിടെ നിന്ന് ഞാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞ സത്യങ്ങൾ വിളിച്ചു പറയാൻ ഇൻസ്റ്റാഗ്രാമിൽ സമയത്തിന്റെ കുറവുണ്ട്. ഇൻസ്റ്റാഗ്രാമിന്റെ ഈ 3 മിനിറ്റ് സമയപരിധിയിൽ തീരുന്നതല്ല ആ വിഷയം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അതോടൊപ്പം തന്നെ ആരാണ് ഈ മതവാദികൾ, ആരാണ് എന്നെ കൊടുക്കാൻ ശ്രമിച്ചവർ, എന്താണ് ഇതിന്റെ മൂലകാരണം, ഇതെല്ലാം തന്നെ വിളിച്ചു പറയാനുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കേൾക്കുക. ഇത്രയും വിഷയങ്ങളും പോലീസിനെതിരെയും ഇത്രയും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ സാധ്യതയുണ്ട്. പുറത്തുണ്ടെങ്കിൽ തീർച്ചയായും സന്ധിക്കാം.